Hello my friends, Liz Beauty Tipsiലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ലിസി കെ വൈദ്യൻ. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് പിന്നെ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത ഡാമേജ് ആയ ഹെയർ ഉള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഒത്തിരിയും എനിക്കിങ്ങനെ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടുണ്ട്. വോളിയമൈസ് ചെയ്തു, സ്ട്രെയിറ്റൻ ചെയ്തു, കേളിങ് ചെയ്തു, കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടെല്ലാം മുടി പൊട്ടിപ്പോകുന്നു, പിന്നെ മുടിയുടെ അറ്റം സ്പ്ലിറ്റൻ്റ് ആവുന്നു, അങ്ങനെ ഒത്തിരി തിന്നായി പോകുന്നു, അങ്ങനെയൊക്കെ ഒത്തിരി അതിനെന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ച് ഒത്തിരി ക്വസ്റ്റ്യൻ വന്ന് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആണ് ഞാനിന്ന് ഈ വീഡിയോ ഇടുന്നത്. അതായത് നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നശിച്ചു പോയ ഹെയർ, അതായത് പിന്നെ മുടി നേരത്തെ ഞാൻ പറഞ്ഞു വിട്ട് മുടിയുടെ തുമ്പെല്ലാം പൊട്ടിപ്പോവുക, അതുപോലെ മുടി പൊട്ടി പോവുക, വിണ്ട് കീറുക, പിന്നെ കൊഴിഞ്ഞു പോകുക, ഇങ്ങനെയുള്ള എല്ലാ അവസ്ഥയിലിരിക്കുന്നവർക്ക് ഇത് ഈ പാക്ക് ഇടാം. അല്ലാത്തവർക്ക് ഇടാം കേട്ടോ. മുടി നല്ല ഷൈനിങ് ആവാനും അതുപോലെ മുടി നമ്മുടെ ഹെയർ ഫോളിക്കിളിലുള്ള മുടിയെല്ലാം നല്ല കരുത്തോടുകൂടി വളർന്നു വരുന്നതിനെല്ലാം എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം. പക്ഷേ പ്രത്യേകിച്ച് ഇവരുടെ കാര്യം ഞാൻ എടുത്തു പറയണ ഡാമേജ് ഹെയർ ഉള്ളവരുടെ കാര്യം. ഈ ഹെയർ ഡാമേജ് ആവുന്നത് ആരുടെയൊക്കെയാണെന്നൊന്നും കൂടെ പറഞ്ഞേക്കാം. തുടർച്ചയായിട്ട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവർ മാത്രമല്ല കേട്ടോ. പിന്നെ വേറെ കൂട്ടരുണ്ട് തുടർച്ചയായിട്ട് ബ്ലോ ഡ്രൈ ചെയ്യുക. അതായത് ഇങ്ങനെ മുടി ഉണക്കുക, ഹെയർ ഡ്രയർ വെച്ച് റെഗുലറായിട്ട് ഉണക്കുന്നവർക്കും ഈ പ്രോബ്ലം വരും. പിന്നെ കൂടാതെ നമ്മൾ അയൺ ചെയ്യും. കുട്ടികൾ ഈ ചെറുപ്രായത്തിലൊക്കെ പിള്ളേർ എപ്പോഴും ഇങ്ങനെ അയൺ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്കും ഈ പ്രോബ്ലം ഉണ്ട്. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഈ സ്റ്റൈലിംഗ് ടൂൾസാണ്. സ്റ്റൈലിംഗ് ടൂൾസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നാട്ടിലേക്ക് അത്ര അങ്ങ് പ്രചാരത്തിലായിട്ടില്ല. വീടുകളിലൊന്നും അതങ്ങനെ അത്ര അങ്ങോട്ട് എത്തിച്ചേർന്നിട്ടില്ല. എന്നെ കാണുന്ന എൻ്റെ പുറത്തുള്ള വ്യൂവേഴ്സിനൊക്കെ ഇത് കാണും. അത് നമ്മളിപ്പോൾ അത് സ്റ്റൈലിംഗ് ടൂൾസ് വെച്ച് അത് ചൂടാക്കി നമ്മൾ മുടി ചുരുട്ടുക, മുടി നീട്ടുക, സ്റ്റൈല് ചെയ്യുക, അങ്ങനെ ഒത്തിരിയും പരിപാടികൾ അത് വെച്ച് നമുക്ക് ഹെയറിൽ ഭംഗി വരുത്താൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. അതും റെഗുലറായിട്ട് ചെയ്യുന്നതും പ്രശ്നമാണ്, മുടി ഡാമേജ് ആകും. പിന്നെ വേറൊരു വിഭാഗം ഉണ്ട് കേട്ടോ. അതെന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് നമ്മുടെ ക്ലൈമറ്റിക് ചേഞ്ചാണ്. ഇപ്പോൾ മഞ്ഞുകാലം വന്ന് മുടി ഡ്രൈ ആയി, മുടി ഡള്ളായി, ഭംഗിയൊക്കെ പോയി, അങ്ങനെയുള്ള ചില ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഉണ്ടല്ലോ. ചൂട് കൂടി, ഗൾഫിലൊക്കെ ചൂട് കൂടി കഴിയുമ്പോൾ ആൾക്കാരുടെ മുടി കൊഴിയുക, അതുപോലെ മുടിക്ക് ഒരു ചെമ്പൻ നിറം വരിക, അങ്ങനെയുള്ള ഒത്തിരി പ്രോബ്ലംസ് അങ്ങനെയുള്ളവർക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന് വേണ്ടി ആണ് ഈ ഡാമേജ് ഹെയർ പാക്ക് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്താണെന്നോ യോഗർട്ടാണ്. യോഗർട്ട് എന്ന് പറയുമ്പോൾ അതിൽ ലാക്റ്റിക് ആസിഡാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൻ്റെ ഗുണം എന്താണെന്നോ നമ്മുടെ ഈ ഹെയർ ഫോളിക്കിൾ, അതായത് മുടിവേരിഴകളിൽ പിന്നെ സ്ട്രോങ് ആവുന്നതിനും അതുപോലെ ഫോളിക്കിൾസ് സുഷിരങ്ങളെല്ലാം ക്ലിയറായി ഈ മുടിക്ക് കരുത്തോടുകൂടി വളരുന്നതിന്, അതാണ് അതിൻ്റെ മലയാളം വാക്ക്. മുടി കരുത്തോടുകൂടി ഫോളിക്കിളൊക്കെ തുറന്ന് വളരുന്നതിനാണ് യോഗർട്ട് നല്ല ഒന്നാന്തരം ഒരു റെമഡിയാണ് കേട്ടോ. പിന്നെ യോഗർട്ടിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൾപ്പെല്ലാം ക്ലീൻ ആവും, ഡെഡ് സ്കിന്നൊക്കെ പോവും, സ്കാൾപ്പെല്ലാം ക്ലീൻ ആവും, ബ്ലഡ് സർക്കുലേഷൻ കൂടും, അങ്ങനെ ഒത്തിരിയും ഗുണങ്ങൾ ഈ യോഗട്ടിനുണ്ട് കേട്ടോ. പിന്നെ ഈ യോഗട്ട് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട്. നമ്മൾ വാങ്ങുന്ന യോഗട്ട് ഉണ്ട്. വാങ്ങുന്ന യോഗട്ട് എന്ന് പറയുമ്പോൾ അത് ബാക്ടീരിയൽ കൾച്ചർ വഴിയാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന യോഗട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ തലേന്നത്തെ തൈര് ഒഴിച്ച് അങ്ങനെയാണല്ലോ. ചിലവർ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കും, ചിലവർ വിനീഗർ ഒഴിച്ച്, എന്തായാലും കുഴപ്പമില്ല. എന്തായാലും നമ്മൾ അങ്ങനെ ഒഴിച്ച് പിറ്റേന്ന് തന്നെ, പുളി പാടില്ല, പിറ്റേന്ന് തന്നെ നമ്മുടെ ആ വെള്ളവും തൈരും കൂടെ സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. അപ്പം നമുക്കത് നല്ലൊരു തുണിയിൽ കേട്ടോ, തോർത്ത് വേണ്ട, ഈരഴ തോർത്ത് വേണ്ട, നല്ലൊരു മസിലിൻ തുണി എന്ന് പറയും, കനം കുറഞ്ഞ നല്ല വെളുത്ത തുണിയിൽ ഇതങ്ങടെ അരിച്ചെടുത്ത നമ്മൾ ഉണ്ടാക്കുന്ന യോഗട്ടായി. ഇതിനും ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും. അതാണ് യോഗട്ടിൻ്റെ നമ്മൾക്ക് ആവശ്യമായ ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത്, ഡാമേജ് ഹെയറിന് ആവശ്യമായ ഗുണങ്ങൾ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സ്ട്രോബെറിയാണ്. സ്ട്രോബെറി എന്ന് പറയുമ്പോൾ സ്ട്രോബെറിയുടെ ധാരാളം
ധാരാളം വൈറ്റമിൻ സി ഉണ്ട് സ്ട്രോബെറിയിൽ. അതാണ് അതിൻ്റെ മെയിൻ ഗുണം. പിന്നെ കൂടാതെ നമ്മുടെ ഈ പിന്നെ അതിനകത്ത് ഒമേഗ ഫാറ്റി ആസിഡ്സ് ഉണ്ട്, കോപ്പർ ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, അങ്ങനെ ഒത്തിരി വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. ഇനി സ്ട്രോബെറി എൻ്റെ പുറത്തുള്ള വ്യൂവേഴ്സിന് കിട്ടും, അതുകൊണ്ടാണ് ഞാൻ സ്ട്രോബെറി പറഞ്ഞത്. നമുക്ക് നമ്മുടെ സ്വന്തം ബനാന മതി കേട്ടോ. ബനാനയുടെ ഗുണങ്ങൾ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എങ്കിലും എന്നെ അത് ശ്രദ്ധിക്കാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ അതൊന്ന് മെൻഷൻ ചെയ്തു പോവുകയാണ്. അപ്പോൾ ബനാനയെ സംബന്ധിച്ച് ഇതുപോലെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ പൊട്ടാസ്യം ഉണ്ട്. മുടിയും സ്കിന്നൊക്കെ ഡ്രൈ ആവുന്നത് ഈ പൊട്ടാസ്യം കുറയുമ്പോൾ ഉള്ളൊരു കുഴപ്പമുണ്ട്, സ്കിന്നും ഹെയറൊക്കെ വല്ലാണ്ട് ഡ്രൈ ആവും. അപ്പം നമുക്ക് ഈ പൊട്ടാസ്യം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഹെയറിന് പൊട്ടാസ്യം വളരെ ഉപകാരപ്രദമാവും. പിന്നെ ഇതിൽ ധാരാളം പിന്നെ മിനറൽസും വൈറ്റമിൻസും അതുപോലെ തന്നെ നാച്ചുറൽ ഓയിൽസും ധാരാളം ബനാനയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഒന്നാന്തരം ഒരു മോയ്സ്ചറൈസറാണ്, നറിഷിങ് കിട്ടും, അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ ബനാനയ്ക്കുണ്ട്. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നമുക്ക് ആ ഡ്രൈനെസ് പോകുന്നതിനും മുടി വളരുന്നതിനും എല്ലാത്തിനും വെളിച്ചെണ്ണ നല്ലതാണ്. പിന്നെ ലാസ്റ്റ് ഒന്നും കൂടെ ഉണ്ട് മുട്ട. മുട്ടയുടെ ധാരാളം വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ഹെയറിൻ്റെയും സ്കിന്നിൻ്റെയും എല്ലാ ട്രീറ്റ്മെൻറ്റിലും നമുക്ക് ഈ എഗ്ഗ് മാറ്റി വെക്കാൻ പറ്റാത്ത ഒന്നാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് എഗ്ഗും മസ്റ്റാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് നമുക്കത് മിക്സ് ചെയ്യണേന്ന് നോക്കാം. അപ്പം നമ്മൾ യോഗട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ വേണേ. അപ്പം നിങ്ങൾ യോഗട്ട് വാങ്ങുകയാണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കണം. കാരണം ചിലവർക്ക് അത് അലർജി ഉണ്ട്, ഒരു 100% ഉള്ളൂ, എങ്കിലും നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്താൽ നല്ലതാണ്. അത് ജസ്റ്റ് ഒന്ന് കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ യോഗർട്ട് ഇത് 3 ടേബിൾ സ്പൂൺ വേണം. പിന്നെ വേണ്ടത് നമുക്ക് സ്ട്രോബെറി അല്ലെങ്കിൽ ബനാന. അത് നമുക്ക് നന്നായിട്ട് മാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് അത് നമുക്ക് 3 ടേബിൾ സ്പൂൺ വേണം. ഈ ബനാന എന്ന് പറഞ്ഞാൽ വേറൊരു ഗുണം കൂടെ ഉണ്ട് കേട്ടോ. അത് നമ്മുടെ സ്കിന്നിൽ നമ്മുടെ ഈ ബ്രേക്കേജ്, അതായത് പൊട്ടിപ്പോകുന്നതും അതുപോലെ തന്നെ മുടിയുടെ സ്പ്ലിറ്റ് എൻഡൊക്കെ വിണ്ട് കയറുന്നതിനും പിന്നെ സ്കിന്നിന് ഇലാസ്റ്റിസിറ്റി പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും എല്ലാം ഈ ബനാന, ഏത്തപ്പഴം, നേന്ത്രപ്പഴം എന്നൊക്കെ നമ്മൾ പറയുന്നത് നല്ല അതൊരു റെമഡിയാണ് കേട്ടോ. മുടി വളരുന്നതിനും എല്ലാത്തിനും നല്ലൊരു റെമഡിയാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഏത്തപ്പഴം എടുത്തേ 3 സ്പൂൺ നമ്മൾ അത് നന്നായിട്ട് ഉടച്ചു, അതെടുത്തു. അടുത്തതായിട്ട് നമുക്ക് എഗ്ഗാണ്, മുട്ടയാണ് വേണ്ടത്. മുട്ട നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ലോങ് ഹെയറാണ്, നിങ്ങളുടെ ഒത്തിരി ഹെയർ ഉണ്ടെങ്കിൽ ഒരു ഫുൾ എഗ്ഗ് എടുത്തോളൂ, അതിന് പ്രോബ്ലം ഇല്ല. അല്ല കുറച്ച് മുടിയുള്ളവരാണെങ്കിൽ നമുക്കൊരു 3 ടേബിൾ സ്പൂണ് എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത എഗ്ഗ് 3 സ്പൂൺ, പിന്നെ മുടി അനുസരിച്ച് 4 സ്പൂൺ 5 സ്പൂൺ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ പിന്നെ മുട്ട ഇത്തിരി കൂടി പോയെന്നോർത്ത് പ്രോബ്ലം ഒന്നുമില്ല, നല്ലതാണ്, അതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. അപ്പോൾ അത് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. മുടി വളരാനും ഒക്കെ വെളിച്ചെണ്ണ വളരെ നല്ലതാണ്. അപ്പം നമുക്ക് കോക്കനട്ട് ഓയിൽ 1 സ്പൂൺ ഒഴിക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എല്ലാം കൂടെ ഈ പിന്നെ മുട്ടയും അതുപോലെ ഈ ഏത്തപ്പഴം എല്ലാം നന്നായിട്ട് അത് ബ്ലെൻഡായി എടുക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ട്രോബെറി ആണെങ്കിലും അതുപോലെ നമ്മൾ ശരിക്കും ബ്ലെൻഡാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെയറിൽ സ്കാൾപ്പിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഓരോ സെക്ഷൻ തിരിച്ച് നമ്മൾ സ്കാൾപ്പിൽ, ഇപ്പോൾ നിങ്ങൾ പാർലറിൽ പോയി ഓയിൽ മസാജൊക്കെ ചെയ്തവർക്കറിയാം സ്കാൾപ്പിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കേണ്ട വിധം. അപ്പം നമ്മൾ നന്നായിട്ട് സെക്ഷൻ തിരിച്ച് സ്കാൾപ്പിലെല്ലാം തേച്ച് പിടിപ്പിച്ച് എന്നിട്ട് നമുക്ക് ചീവി മുടിയുടെ തുമ്പ് വരെ കൊണ്ടുവരാം. ഓക്കെ, തുമ്പ് വരെ കൊണ്ടുവന്നിട്ട് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് നേരം നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് വേണം അത് വാഷ് ചെയ്യാൻ. വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. യോഗർട്ട് നമ്മൾ എപ്പോഴും തൈര്, മോര് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ വേണം വാഷ് ചെയ്യാൻ. അത് പ്രത്യേകം നിങ്ങൾ ഓർക്കണം. അത് ഇപ്പോൾ മുഖത്ത് പാക്കായിട്ട് ഉപയോഗിച്ചാലും ഹെയറിൽ പാക്കായിട്ടൊക്കെ ഉപയോഗിച്ചാലും ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകുന്നതാണ് നല്ലത്. ഇപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, അതായിരിക്കും കുറേ കൂടെ ബെറ്റർ. അപ്പോൾ ചെറിയ ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ സഹിക്കാവുന്ന ചൂടല്ല കേട്ടോ.
നമ്മൾ ഈ നമ്മുടെ പച്ചവെള്ളത്തിൻ്റെ തണുപ്പൊന്ന് അങ്ങോട്ട് മാറി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ഭയങ്കര ചൂട് വേണ്ട കേട്ടോ. ചെറിയ ചൂടുവെള്ളത്തിൽ, അതായത് ലൂപ്പ് വാം വാട്ടറിൽ നമ്മൾ ഹെയർ എല്ലാം വാഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിനി നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. റെഗുലറായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 2 പ്രാവശ്യം ഈ പാക്ക് അപ്ലൈ ചെയ്യുക, ഹെയർ വാഷ് ചെയ്യുക. ഇങ്ങനെ നിങ്ങളൊരു 1 മാസം 2 മാസമൊക്കെ തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹെയറിൻ്റെ ഡാമേജൊക്കെ പോയി ഹെയർ നല്ല സിൽക്കി ഷൈൻ, അതുപോലെ മുടി വളർച്ച ശരിയാവും, അതുപോലെ പൊട്ടിപ്പോകൽ, കൊഴിഞ്ഞു പോകൽ, അങ്ങനെയുള്ള എല്ലാ പ്രോബ്ലംസും നമുക്ക് ഡാമേജ് ഹെയറിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഉണ്ടാവുന്ന പ്രോബ്ലംസിന് നല്ലൊരു റെമഡിയാണിത്. ഓക്കെ എന്നാൽ പിന്നെ അടുത്തതായിട്ട് ചിലവർക്ക് ഇങ്ങനെ പ്രോബ്ലംസ് ഒന്നുമില്ല, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യും, മുടി പൊട്ടിപ്പോകൽ അല്ലെങ്കിൽ മുടിയുടെ അറ്റം സ്പ്ലിറ്റൻ്റ് ആവുക, ഈ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിലും മുടി വല്ലാണ്ട് അങ്ങ് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു പ്രോബ്ലം പലരും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഡ്രൈ ഹെയർ, ഡാമേജ് ഡൈ ഹെയറിന് നമുക്ക് വേണ്ടത് യോഗട്ടിൻ്റെ കൂട്ടത്തിൽ ഹണിയും കൂടെ ഒഴിക്കുക കേട്ടോ. യോഗട്ട് ഒരു 3 സ്പൂൺ എടുക്കുക, 2 സ്പൂൺ ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് സ്കാൾപ്പിലെല്ലാം അപ്ലൈ ചെയ്ത് ചെറിയ ചൂടുവെള്ളത്തിൽ 20 മിനിറ്റ് 30 മിനിറ്റ് ഇരിക്കണം കേട്ടോ, അതും വിട്ടുപോയി. അപ്പോൾ നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്താൽ മുടിയുടെ ഡ്രൈനെസ് അങ്ങോട്ട് പൊക്കോളും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ എൻ്റെ ഈ പോസ്റ്റ്? നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവും കേട്ടോ. എല്ലാവരും ഇത് ശ്രദ്ധിച്ച് ചെയ്യണം, എന്നെ റിസൾട്ട് അറിയിക്കണം. കഴിഞ്ഞ കമൻറ്റ് ബോക്സിലുണ്ടായിരുന്നു വോളിയമൈസ് ചെയ്തിട്ട് മുടി പോകുന്നെന്ന് ഒരു കുട്ടി എഴുതിയിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ എഴുതി എല്ലാവർക്കും വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എന്നെ വാച്ച് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ ഇനി എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി പേരുണ്ട്, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ അപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം, ഫ്രണ്ട്സിനെല്ലാം ഷെയറും ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.